ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനൊരു ക്ലാഷ് കോഡാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കുറേ ഇന്ത്യക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് കളി തുടങ്ങാം. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഇതാ കളിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ എല്ലാവരും ലൈക്കും സപ്പോർട്ടും ഒന്ന് ചെയ്ത് ഷെയറൊക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. പറ്റ കുറവാണ് സബ്സ്ക്രൈബേഴ്സൊക്കെ. ഞാൻ ഇപ്പോൾ എടുത്താണ് തുടങ്ങിയത്. അത്ര വലിയ അക്കൗണ്ടൊന്നുമല്ല. ഞാൻ ടോപ്പ് അപ്പ് ചെയ്യലൊക്കെ ചെയ്യാം. പക്ഷെ നല്ല കളിക്കും. പക്ഷെ എൻ്റെ കൈമ എന്താ സ്മൂത്ത്നെസ് ഇല്ല. അതാണ് അപ്പോൾ ഞാൻ ഇതിൽ കൂടി ഇങ്ങനെ പോകാതിരുന്നപ്പോൾ ഏതോ ഒരു മാങ്ങത്തൊലിൻ്റെ ബാക്കൊക്കെ കൂടി ഒന്ന് കണ്ടടിച്ചു. ബാക്കിൽ എന്ന് വെച്ചാൽ അതിൻ്റെ മേലെ ഒന്ന് കണ്ടടിച്ചു. അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ കണ്ടില്ല അവനെ, അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതാ നമ്മുടെ ടീമേറ്റ് നല്ലപോലെ ചെയ്തെങ്കിലും അവനെ കഴിഞ്ഞ് 2v1 ആണെന്ന് എടുക്കും വിചാരിച്ച കളിയായിരുന്നു. പക്ഷെ എന്താ ഉണ്ടായതറിയില്ല. പെട്ടെന്ന് ഓന് നല്ല ഡാം എടുത്തു. ഓൻ പെട്ടെന്ന് കയറി നിന്ന് ഓനക്ക് നല്ല ഡാമായിരുന്നു. മറ്റേ ഇതിൻ്റെ പവറിലാണ്, സോനിയ പവറിലായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ടീമേറ്റിന് സോനിയായിരുന്നു. പക്ഷെ അവനെ തീർത്തു. അങ്ങനെ ഇവരൊരു റൗണ്ട് ഫസ്റ്റ് ഡിഫീറ്റ് അടിച്ചിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അടുത്ത റൗണ്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ ഒന്ന് ഡെസേർട്ടൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് ഇതാവാണ്ട് ഇറങ്ങിയ കേട്ടോ. പട്ടീഷൊക്കെ ആക്കാറിയാണ്ട് ഇറങ്ങിയാണ്. പക്ഷെ എന്താ ഉണ്ടായത് വെച്ചാൽ ഞങ്ങൾ വീഡിയോ തന്നെ കണ്ട് മനസ്സിലായിക്കോളൂ. ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു സെറ്റിങ്സിൽ എന്തോ ഒരു കുറവുണ്ട് വിചാരിച്ചാണ് ഞാൻ റെഡിയാക്കി സെറ്റാക്കി വീണ്ടും ഇതേക്കാനും പിന്നെ എന്തോ ഒരു കുറവ്. അതുകൊണ്ട് ഞാൻ വീണ്ടും അവിടെ നിന്ന് സ്റ്റക്കായി പോയി. പിന്നെയും സെറ്റിങ്സ് ഒന്നും കൂടി റെഡിയാക്കി. ഇതിനൊക്കെ ക്ഷമിക്കണം കേട്ടോ ഗൈസ്. ചെറിയ സെറ്റിങ്സിൻ്റെ കുറവുണ്ടായിരുന്നു. പിന്നെ ഞാൻ അപ്പോൾ തന്നെ പോയപ്പോൾ അതാ അവിടെ ഒരാൾ നോക്കായി ഞങ്ങളുടെ ടീമേറ്റിൽ. പിന്നെ ഞാൻ വിചാരിച്ചു റൂഫ് കയറാൻ വിചാരിച്ചു. അങ്ങനെ റൂഫ് കയറുകയാണ്. റൂഫ് കയറി ഇപ്പോഴാണ് ഡെസേർട്ടിലേക്ക് വെച്ചു അടിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് മനസ്സിലായത് എന്തൊരു സ്മൂത്ത്നെസ് കിട്ടണില്ല. അപ്പോൾ ഞാൻ റൂഫ് കയറിയപ്പോഴാണ് അത് അതിൻ്റെ അടിയിൽ നിന്ന് കണ്ട ഒറ്റൊരടി ഞാൻ കണ്ടില്ല. പെട്ടെന്ന് ഒറ്റൊരടി ഓൻ്റെ അടുത്ത് ഏതാന്നാണ് ഗണ്ണ് നോക്കണം വിചാരിച്ച് കണ്ടിരിക്കുമ്പോൾ ടീമേറ്റ് ഒരാളും കൂടിയുള്ളൂ. ഏതെങ്കിലും ഒരാളുള്ളൂ. 1v1 ആണ് സിറ്റുവേഷന്. എടുക്കുമോ നമുക്ക് ടീമേറ്റ് നോക്കാം. ഞാൻ കുറേ ലൊക്കേഷനൊക്കെ ട്രാവൽ ചെയ്തു. പക്ഷെ അവൻ ചാടിയോണ്ട് ഞാൻ വീണ്ടും ലൊക്കേഷൻ മാറ്റിയിട്ടെടുത്തു. പിന്നെ പൊക്കാൻ നിന്നു പൊക്കി. പക്ഷെ വീണ്ടും ഇവൻ നോക്കായി വീണ അവസ്ഥയാണ് നമ്മൾ കണ്ട അവിടെ. അടിച്ചെങ്കിലും നമ്മൾ ടീമേറ്റ് അവിടെ. അങ്ങനെ നമ്മളും ഒരു റൗണ്ട് എടുത്തിട്ടുണ്ട്. ഓനെ ആ 3-ാം നമ്പർ എയ്സൊക്കെ എടുത്ത് കാണണ്ട കേട്ടോ. നമ്മളെ കളിയിൽ ഹീറോയി പട്ടിഷമായിരിക്കണേ. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം MP40 എടുക്കാൻ വിചാരിച്ചുകൊണ്ട് MP40 എടുത്തുകൊണ്ട് ഇറങ്ങിയിരുന്ന. അപ്പോൾ ഇനി എന്തായാലും ലോങ് റേഞ്ച് നിന്നിട്ട് കാര്യമായ MP40 ഒരു ഷോർട്ട് റേഞ്ച് അല്ലേ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഷോർട്ടിക്ക് തന്നെ കയറി കളിക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് നേരെ കയറി നിന്നിട്ടോ. അപ്പോഴാണ് നേരെ കയറിയിരുന്നു. അപ്പോൾ നമുക്ക് ഈ സൈഡ് കൂടി കയറാൻ വെച്ചുകൊണ്ട് ഇങ്ങനെ കയറിയിരുന്നു. ടീമേറ്റ് അപ്പുറത്തു കൂടിയും പോയി നമ്മൾ തീ കൂടിയും കയറിയിരുന്നിട്ട് ഗൈസ്. പിന്നെ ഞാൻ പറയണ കാര്യം വെച്ചാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോഴാണ് ഈ ഡ്രോപ്പ് ആരോ എടുക്കുന്നത് ഞാൻ കണ്ടിട്ടാ. 2 പേര് ഒറ്റൊരടിക്ക് തിരിച്ചിട്ട്. അപ്പോഴാണ് എവിടുന്നോ അടിയിട്ടണേ. ഇവനായിരുന്നോ എനിക്കറിയാം. ഞാൻ നോക്കാം. പക്ഷെ എന്തോ ഭാഗ്യത്തിനാണ് ഗൈസ് നമ്മൾ രക്ഷപ്പെട്ടു. നമ്മൾ 2 റൗണ്ടായിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ അടുത്ത റൗണ്ടാണ്. ഇതിൽ ഞാൻ എന്തായാലും ഒരു സ്നൈപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഗൈസ് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നിങ്ങൾ ഒന്ന് സപ്പോർട്ട് ചെയ്യും പ്ലീസ് ഗൈസ്. ഒന്ന് സപ്പോർട്ട് ചെയ്യും. എനിക്കറിയാം നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ട് എത്ര പണി അറിയോ ഈ യൂട്യൂബൊക്കെ ഇടണമെങ്കിൽ. കുറേ എഡിറ്റ് ചെയ്യണം. എന്തൊക്കെയാണ് പണി. ഞാൻ ഇപ്പോൾ എടുത്ത യൂട്യൂബ് തുടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് അത്ര സബ്സ്ക്രൈബേഴ്സ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ പ്ലീസ്. എനിക്ക് അത്ര വേണ്ടി. പിന്നെ ഞാൻ സൂം ചെയ്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അവനെ നോക്കാക്കി ടീമേറ്റിനോ. ഞാൻ കുറേ നേരം സൂം ചെയ്തു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി അവൻ നോക്കായിക്കണേ. അപ്പോഴാണ് മനസ്സിലായത് സൈഡിൽ കൂടി എടുത്താൽ വരേണ്ടിയിരുന്നു. അവന് ഫസ്റ്റ് റൗണ്ട് കിട്ടിയില്ല. സെക്കൻഡിലും പോയി. തേർഡിൽ ടീമേറ്റ് നോക്കാം. അപ്പോൾ ഓൻ്റെ ഒപ്പം വേറെ ഒരുത്തനും കൂടി ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പം തന്നെ ഓനെ തീർക്കാൻ വേണ്ടി നിന്നപ്പോൾ ഇതാ മറ്റവനും വന്ന് UMP കുത്തി പിടിച്ചെങ്കിലും ഒന്നും ഉണ്ടായില്ല.
ഓനെ നോക്കിട്ടു. പക്ഷെ നമ്മളെ ടീം സോണിയ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. അപ്പോൾ ഗൈസ് ഞാൻ അവിടെ നോക്കായി വീണു. പിന്നെ ടീംമേറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ടീംമേറ്റ് ഒറ്റ ഒരാളാണ്. അങ്ങനെ ഓനും നോക്കായി. പക്ഷെ അവൻ്റെ അടുത്ത് എന്തോ ഭാഗ്യത്തിന് ആ സൂചന. പക്ഷെ എന്തായി, എല്ലാവരും ചത്തു. അങ്ങനെ വീണ്ടും ഡിഫീറ്റായി. എൽമീസിൻ്റെ ടീമുക്കും 2, നമുക്കും 2. അപ്പോൾ നമുക്ക് അങ്ങനെ 4th റൗണ്ട് മാച്ചായി. ഇതിന് ഞാൻ MP40 തന്നെ എടുത്തിട്ടുണ്ട്. MP40 എടുത്ത് പിന്നെ ഞാൻ ആലോചിച്ചു ലോങ് റേഞ്ച് എടുത്താൽ മതിയായിരുന്നു. കാര്യം ഈ പാറ ഞാൻ അപ്പോഴാണ് കണ്ടത്. അല്ലെങ്കിൽ ഞാൻ ഈ പാറ ഞാൻ മേലെ നിന്നാണ്ട് ടീമേറ്റിന് സപ്പോർട്ട് എടുത്താൽ മതിയെന്ന് ഞാൻ ആദ്യം വിചാരിച്ച്. പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതായിപ്പോയി. ഇപ്പോൾ ഞാൻ ഇതിൻ്റെ മേലെ കയറിയപ്പോഴാണ് മനസ്സിലായത് ഒരു ലോങ് റേഞ്ച് എടുത്താൽ മതിയായിരുന്നു. ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അവിടുന്ന് എവിടുന്നെങ്കിലും അടി വരുമോ. പിന്നെ അടിയിലേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചുകൊണ്ട് അടിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ അടിയിലേക്ക് ഇറങ്ങുമ്പോഴത്തേനും ഒരുത്തൻ നോക്ക്. പിന്നെ നോക്കിയപ്പോൾ വേറെ ഒരുത്തനും കൂടി നോക്കി. ഇനി 2 പേരും കൂടി ഒരുത്തത് എൻ്റെ മുമ്പ് തന്നെ വന്നിക്കണേ. പിന്നെ അവിടെ ഡ്രോപ്പ് ഉണ്ടായിരുന്നു, ഡ്രോപ്പ് എടുത്തു. അപ്പോൾ ഇത് പിന്നെ വേറെ ഒരുത്തനും കൂടി ഉള്ളായിരുന്നു. അവനെ കുറേ തപ്പി കിട്ടിയില്ല. ലാസ്റ്റ് അടിയിൽ ഓടിയോ ഒരു വെടിയപ്പിൻ്റെ ഒച്ചയിട്ടപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് അതാ അടിയിൽ നിന്ന് ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ കില്ല് നമുക്ക് കിട്ടി. അങ്ങനെ വീണ്ടും ജയിച്ചു. അങ്ങനെ നമ്മൾ 3 റൗണ്ട് എടുത്തു. എൽമീസിന് 2 റൗണ്ടുമായി. പിന്നെ അപ്പോൾ നമ്മൾ ഗണ്ണൊക്കെ സെറ്റ് ചെയ്യുന്നു. ഒരു M4A1 ഉണ്ടായിരുന്നു. അതേപോലെ MP40 ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ഗണ്ണൊന്നും എടുത്തില്ല. ഗ്ലൂ വാളൊക്കെ എടുത്ത് സെറ്റാക്കി ഞങ്ങൾ നിൽക്കണേ. അപ്പോൾ അടുത്ത റൗണ്ടായി. ഈ റൗണ്ട് ജയിക്കണം എന്നാണ് വിശ്വാസം. ഞാൻ ഒരു ഇതിൽ കൂടി കയറാമെന്ന് വിചാരിച്ചപ്പോൾ ഇവിടെ ആരെങ്കിലും ഉണ്ടാവുമോ വിചാരിച്ചാണ് ഗണ്ണെടുത്ത് നോക്കിയപ്പോൾ ആരുമില്ല ഇവിടെ. അപ്പോഴാണ് മനസ്സിലായി അപ്പുറത്തെ സൈഡിലാണ് ആൾക്കാർ മൊത്തം. അപ്പോൾ അപ്പുറത്തെ സൈഡിൽ പെട്ടെന്ന് ഒരുത്തൻ നോക്കായി. അപ്പോൾ ഓനെ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ ഓൻ്റെ ടീമേറ്റ് പെട്ടെന്ന് മേലെ നിന്ന് ചാടി വന്നു. പിന്നെ റിവൈവ് ചെയ്യാൻ നിന്നു. അപ്പോഴത്തേന് പിന്നെ മറ്റോനെ നോക്കിയപ്പോൾ മേലെ നിന്ന് ചാടി വരുന്നു വേറെ ഒരുത്തനോ. അങ്ങനെ ട്രിപ്പിളായി. ഇനി ഒറ്റൊരു ഇതും കൂടി കിട്ടി ഗെയ്സാണ് വിചാരിച്ച് നിൽക്കുമ്പോൾ ഞാൻ ചുറ്റും നോക്കി എവിടെയും കണ്ടില്ല. അപ്പോഴാണ് മനസ്സിലായി ഇവനെ എവിടെയും കാണാത്തതുകൊണ്ട് അടിയിൽ പോയപ്പോൾ അടിയിൽ എൻ്റെ നോക്ക് എടുക്കേണ്ടിയിരുന്നു. അതും കംപ്ലീറ്റായി. ട്രിപ്പിളാക്കിയപ്പോഴത്തേന് എവിടുന്നോ ഞാൻ അടിച്ചു. പെട്ടെന്ന് അടിച്ചപ്പോഴത്തേന് ഓനെ ടീമേറ്റ് എടുത്തു. കുമ്മനടിച്ചു ഗൈസ്. അങ്ങനെ ഇവിടെ കളി തീരുകയാണ്.